हाय मचा मेरे मैं हूँ आप लोग का प्यारा दोस्त विनीत. അപ്പം ഇന്ന് ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണമല്ല, കഥയല്ലേ. പിന്നെ പിന്നെ കുറേ നാളായില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും 10ാം ക്ലാസ്സിലൊക്കെ ഒളിച്ചു പോയി 10ാം ക്ലാസ് എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം കേട്ടോ. പക്ഷേ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അത് എന്താ പറയുക, അതൊരു ട്രാജഡി സംഭവമാണ്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവം നടന്നതിന് ശേഷം പിന്നെ എനിക്ക് ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്നത് തിരുവനന്തപുരത്ത് നെയ്യാഡാം എന്ന് പറയുന്ന സ്കൂളിലാണ്. അപ്പം ആരെങ്കിലും ഉണ്ടോയെന്നറിയില്ല തിരുവനന്തപുരം ആ ഭാഗത്തുള്ള. അപ്പം ഉണ്ടെങ്കിൽ മറ്റന്മാർ തിരുവനന്തപുരം നെയ്യാഡാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമായിരിക്കും. അത്യാവശ്യം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പം അവിടെ വലിയൊരു ഡാമുണ്ട്, നെയ്യാർ ഡാം എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നെയ്യാർ ഡാം എന്നുള്ള പേര് ആ സ്ഥലത്തിന് വന്നത്. അവിടുത്തെ ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്നത്. അവിടെ ഈ നെയ്യാർ ഡാമിൽ വളരെ മുതലയും ചീങ്കണ്ണിയും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഈ തടി മോഷണമൊക്കെ നടന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ അന്നത്തെ സർക്കാർ എങ്ങാണ്ട് കൊണ്ടുവന്ന് ഇങ്ങനെ ഈ വെള്ളത്തിൽ കൂടി തടി മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈ മുതലേനെയും ചീങ്കണ്ണീനെയൊക്കെ ചെറിയ 1, 2, 3 കൊണ്ടുവിട്ടതാണെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പം പെറ്റ് വരിക ആവശ്യത്തിലധികം ഉണ്ട്. അവിടുത്തെ നാട്ടുകാർക്ക് ഇപ്പം നല്ലൊരു ഭീഷണിയാണ് ഈ ചീങ്കണ്ണിയും മുതലയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞ സാധനങ്ങൾ. അവിടെ അവിടെ ഇതിൻ്റെ തന്നെ ഒരു എന്താ പറയുക, ഒരു മ്യൂസിയം അല്ലല്ലോ, ഈ ചീങ്കണ്ണീനെയൊക്കെ വളർത്തുന്ന സാധനത്തിന് എന്താ പറയുക, സൂ എന്ന് പറയാം. പക്ഷെ അവിടെ മെയിനായിട്ടുള്ള ഈ ചീങ്കണ്ണികളുടെയും ഈ മുതലകളുടെയൊക്കെ വെറൈറ്റീസാണ് ഉള്ളത്. ഇനിയിപ്പോൾ എപ്പോഴേലും പോവുകയാണെങ്കിൽ പോയി കാണണം നെയ്യാർ ഡാം. അവിടെ പിന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, ലയൺ പാർക്ക് ഉണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇന്ന് വരെ ആ ലയൺ പാർക്കിൽ പോയിട്ടില്ല. അവിടെ പോകണം, എപ്പോഴേലും ഒരു പ്രാവശ്യം പോകണം. കാരണം അവിടെ പോകണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീ കൊടുത്ത് പിന്നെ കുറേ സമയമൊക്കെ എടുക്കും. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്കിങ്ങനെ പോകാനുള്ള സമയം കിട്ടാറില്ല. പിന്നെ നമ്മൾ ആ ടൈമിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അന്ന് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ക്ലാസ്സൊക്കെ കട്ട് ചെയ്യുമായിരുന്നു ഞാൻ ഈ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. പഠിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർബന്ധിച്ച് ട്യൂഷനൊക്കെ വിട്ടായിരുന്നു എന്നെ ആ ടൈമിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും 10ാം ക്ലാസ്സൊക്കെ പാസ്സായി. പക്ഷേ ഈ 10ാം ക്ലാസ് പാസ്സാകുന്നതിൻ്റെ പിന്നിൽ വലിയൊരു സംഭവം നടന്നിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10ാം ക്ലാസ്സിലെ എക്സാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒളിച്ചു പോയാണ് എഴുതിയത്. അതായത് പിന്നെ അതിന് മുന്നേ ഞാൻ നിന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ സ്ഥലമാണ്. അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിന്നാണ് ഞാൻ, അതായത് അച്ഛമ്മയുടെ കൂടെ നിന്നിട്ടാണ് 10ാം ക്ലാസ് പഠിക്കുന്നത്. അപ്പം അച്ഛമ്മ നല്ല ഈ തിരുവനന്തപുരത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും മീൻകറി വേണം. മീൻകറിയും മരിച്ചീനിയും, അങ്ങനത്തെ മീൻകറി ഇല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. കാരണം അവിടെ ഇങ്ങനെ ഈ മീൻ മാരി 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് അങ്ങനെ. നമ്മുടെ ഇടുക്കി ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ മാക്സിമം ഈ തൂക്കി കൊടുക്കുന്നൊരു സെറ്റപ്പാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ നമ്മൾ നിന്ന ആ സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തിരുവനന്തപുരം ഏരിയയിൽ എനിക്ക് മാക്സിമം തോന്നുന്നു ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ചുമ്മാ അവരൊരു പിടി വാരി ഇങ്ങനെ തട്ടിൻ്റെ മേളിൽ വെച്ചിട്ട് ഇതിന് ഇത്ര രൂപ എന്നും പറഞ്ഞ് വിൽക്കുന്ന ഒരു സെറ്റപ്പാണ് ഉള്ളത്. അപ്പോൾ ഇതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം മറ്റേ കഥയാണ്. നമ്മൾ എന്തിനാണ് ഒളിച്ചു പോയി 10ാം ക്ലാസ്സിലെ എക്സാം എഴുതിയെന്നുള്ളതാണ് കഥ. അപ്പം ഈ 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കാൻ വരുന്ന സമയത്ത് വീട്ടിൽ കുറേ ഇഷ്യൂ ഒക്കെ ആയിട്ട് അച്ഛനാണ് എന്നെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് ചേർത്തത്, നെയ്യാർ ഡാം എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുവാണല്ലോ, ഓൾറെഡി വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു, അച്ഛമ്മയുടെ അടുത്ത് നിന്ന് പഠിക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പം എന്താ പറയുക, നമുക്കൊരു വിഷമവും സങ്കടവും ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ എന്ത് ചെയ്തു, ഒരു മൊബൈൽ മേടിച്ചു തന്നു. അത് കൂടാണ്ട് അത് മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത്, അതായത് 2007 2008 ഞാൻ പാസ് ഔട്ട് ആകുന്നത് 10ാം ക്ലാസ്. അപ്പോൾ ഈ 2007 ഞാൻ പോയി ചേരുന്നത്. ആ ടൈമിൽ സാംസങ്ങിൻ്റെ ഇങ്ങനെ ഫോൾഡിങ് ഫോണുണ്ട്, ഇങ്ങനെ ഓപ്പൺ ആവുന്നത്, അങ്ങനത്തെ ഒരു ഫോണാണ്. അന്ന് അതിൽ GPS എന്നാണ് പറയുന്നത്. GPS ആ ഒരു സംഭവം ഉണ്ട്. അതാണ് ഇൻ്റർനെറ്റ് എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള ഒരു സാധനമാണ് ആ സാധനം. GPS എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു അതിൽ, എന്തൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അതിൽ അത്രയും ഇതില്ല. നമ്മൾ ഫോൺ വിളിക്കും, ആമത്തെ അതിനകത്ത് വരുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ അമ്മയുടെ വരും, അച്ഛൻ്റെ ഫോൺ വരും, പിന്നെ അച്ഛൻ്റെ ചേട്ടന്മാരും അച്ഛൻ്റെ അനിയന്മാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എന്നെ കാണാണ്ട് വരുമ്പോൾ അവർ വിളിക്കും, അല്ലാണ്ട് വേറെ അങ്ങനെ വലിയ കോളുകളൊന്നും വരത്തില്ല. അപ്പം അങ്ങനെ എനിക്കൊരു ഫോൺ ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സ്കൂളിൽ പോയിട്ട് വരാൻ അതിനൊക്കെ ആയപ്പോൾ നമ്മളിങ്ങനെ മാറി നിൽക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു പ്രയോറിറ്റി കിട്ടില്ല. അപ്പോൾ ആ പേരിൽ ഞാൻ കുറച്ച് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അന്നത്തെ
ഫോറസ്റ്റ് ചാമ്പ്യൻ എന്ന് പറഞ്ഞ ബജാജിൻ്റെ ഒരു ചെറിയ ബൈക്ക് ഉണ്ട്. അപ്പം നമ്മുടെ സൈസിന് അന്ന് ലൈസൻസ് പോലും ഇല്ല കേട്ടോ. പക്ഷേ അച്ഛൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കി ആ ഒരു സാധനം കൂടി നമ്മൾ മേടിച്ചെടുത്തു. അപ്പം ബൈക്കും മൊബൈൽ ഫോണും ഒക്കെ ഉള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവിടുത്തെ, അതായത് മറ്റുള്ളവർക്ക് ഇല്ലെന്നല്ല, ഉണ്ടായിരിക്കും, പക്ഷെ എന്നാലും സ്കൂളിലും ഒക്കെ കൊണ്ടുവരുന്ന ബൈക്കിൽ വരുന്നതും അങ്ങനെയൊക്കെ വരുന്നത് വളരെ ചുരുക്കമാണ്. പിന്നെ അവിടെ തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പൈസയ്ക്ക് ഈ ബൈക്കൊക്കെ വാടകയ്ക്ക് കിട്ടും കേട്ടോ. നമ്മൾ നിൽക്കുന്ന നെയ്യാഡാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ബൈക്കൊക്കെ വാടകയ്ക്ക് കിട്ടും, മണിക്കൂർ വാടക അങ്ങനെയൊക്കെ കിട്ടും. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോൾ പിള്ളേർ ഞങ്ങളെല്ലാവരും കൂടി ഫ്രണ്ട്സ് എല്ലാവരും കൂടി വാടകയ്ക്കൊക്കെ എടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവമൊക്കെയാണ്. അപ്പം ഈ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെയ്യാഡാം സ്കൂളിൽ ഞാൻ പഠിക്കുന്നു. എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അവർ, അതായത് ഞാൻ ട്യൂഷൻ പഠിക്കാൻ പോകുന്ന സ്ഥലം, അതാണ് മെയിനായിട്ടൊരു സംഭവം. അതായത് ഈ ഞാൻ നിൽക്കുന്ന സ്ഥലം കള്ളിക്കാട്, അതായത് കള്ളിക്കാട് ചെരിഞ്ഞാങ്കോണം എന്ന് പറഞ്ഞതാണ് ഞാൻ നിൽക്കുന്ന കറക്റ്റ് സ്ഥലം. എൻ്റെ അച്ഛൻ്റെ വീട്, അച്ചാമ്മയുടെ അടുത്ത് നിൽക്കുന്ന ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പം അവിടുന്ന് കുറച്ചങ്ങോട്ട് മാറിയിട്ടാണ് ഈ മൈലക്കര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം. അപ്പം അതിൻ്റെ അടുത്താണ് നമ്മൾ ഈ ട്യൂഷന് പോയിട്ട് വരുന്നത്. ട്യൂഷന് പോകുന്നതെന്ന് പറഞ്ഞാൽ അവിടെ 2-3 ചേട്ടായിമാരുണ്ട്. അവരാണ് നമ്മൾ ട്യൂഷൻ പഠിപ്പിക്കുന്നതൊക്കെ കാര്യങ്ങളൊക്കെ. അവർ വേറെ പരിപാടികൾ, അവർ വക്കീലാണ്. ഒരാൾ വക്കീലായിരുന്നു, മറ്റു 2 പേര് എന്താണെന്നൊന്നും ഇപ്പോൾ ഓർക്കുന്നില്ല, ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളത്. പക്ഷേ അവരെല്ലാവരും, ആ ചേട്ടായി വക്കീലായിരുന്നു. അപ്പം അവരുടെ ഫ്രീ ടൈമിലാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതായത് എല്ലാ ദിവസവും ഈവനിങ്ങിൽ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ട്യൂഷൻ പോകും. അവിടെ നിന്ന് ഒരു 1 hour അല്ലെങ്കിൽ 2 hour ട്യൂഷൻ ഉണ്ടാവും. അവിടെ നിന്ന് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് വരുന്നു അങ്ങനെ. അപ്പം ഞാൻ ഈ നെയ്യാഡാം സ്കൂളിൽ പഠിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ താമസിക്കുന്നത്, അതായത് അച്ചമ്മൻ്റെ വീടിൻ്റെ സറൗണ്ടിങ്ങിലുള്ള അവിടെയുള്ള പയ്യന്മാർ എൻ്റെ കൂട്ടുകാർ, അതായത് വീടിൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം പഠിക്കുന്ന വാവോട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കൂളിലാണ്. വാവോട് സ്കൂളിൽ നമ്മുടെ അവിടുന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ. നിയറസ്റ്റ് ആയിട്ടുള്ളത് നെയ്യാഡാം തന്നെയാണ്, പക്ഷെ വാവോട് സ്കൂൾ കുറച്ച് ദൂരമാണ്. പിന്നെ അവരൊക്കെ പണ്ട് മുതൽ അവിടെ പഠിച്ച കാരണം അവരങ്ങനെ ജയിച്ച് 10ാം ക്ലാസ് അവിടെ എത്തി. നമ്മൾ പിന്നെ ഇടുക്കിയിൽ നിന്ന് വന്ന ഒരുത്തരാണല്ലോ. അപ്പം ഞാൻ നെയ്യാഡാം സ്കൂളിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. ഞാൻ അവിടെ സംഭവം എല്ലാം സെറ്റായി അടിപൊളിയായിട്ട് പോവുകയാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഈ 10ാം ക്ലാസ്സിലെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പല പ്രശ്നങ്ങളല്ല, കോമഡി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ക്ലാസ് കട്ട് ചെയ്ത് പോവുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഹെവി സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ലൈഫിൽ ഞാൻ ഇന്ന് ആ ചെരിഞ്ഞാങ്കോണം കള്ളിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാൻ ഇഷ്ടപ്പെടാത്ത രീതിയിലുണ്ടായ ഒരു കാര്യമാണ് ഈ സംഭവം. അതായത് ഈ 10ാം ക്ലാസ് ഒളിച്ചു പോയി എക്സാം എഴുതേണ്ട കാര്യം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ എന്താ പറയുക, എൻ്റെ കയ്യിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളാണ് പറയേണ്ടത്. ഞാനെന്തായാലും കഥ പറയാം. അപ്പം നമ്മൾ തിരുവനന്തപുരത്ത് അവിടെ ചെന്ന് ഈ ഒരു വർഷത്തെ ഡ്യൂറേഷനിൽ നമ്മൾ അത്യാവശ്യം തിരുവനന്തപുരം ലാങ്ങൊക്കെ പഠിച്ച്, അപ്പോൾ പയ്യന്മാരെ കാണുമ്പോൾ എന്താ അസുഖങ്ങളൊക്കെ തന്നെ എന്തൊരിയാണ് ആ ഒരു മൂഡിലോട്ട് നമ്മളെത്തി. കാരണം ആ ഒരു രീതിയിലുള്ള സംസാരമാണ്. കാരണം ശരിക്കും തിരുവനന്തപുരം ലാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഞ്ഞാറമൂട് ആ സ്ഥലത്തോട്ടൊക്കെയാണ് ഈ രീതിയിൽ ശരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ടച്ചപ്പ് ഉണ്ടല്ലോ, അപ്പം അത്രയും അങ്ങോട്ട് വരില്ല. അതിൻ്റെ അടുത്തൊരു സംഭവങ്ങൾ, അപ്പി, പയല്, എന്തര്, ആ ഒരു സാധനം ഉണ്ട് കേട്ടോ. അത് ഭയങ്കര ഒരു രസമുള്ളൊരു സാധനമാണ്. അപ്പം ഞാനും അവിടെ ചെന്ന് ഈ ഒരു മൂഡിലോട്ട് അങ്ങ് എത്തി. അതുവരെ ഞാൻ ലൂസ് പാൻറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കിടന്ന് ഞാൻ ടൈറ്റ് ജീൻസും അവിടെ പോയി ഷൂ ഒക്കെ കണ്ട്. അപ്പം ഈ നമ്മൾ ചെന്ന് ചേരുന്ന കൂട്ടുകാരേത് മൈൻഡാണോ, നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങളും അവരുടെ ഡ്രസ്സിങ് രീതിയും അതും ഇതെല്ലാം നമ്മുടേത് ഇഷ്ടം, അല്ലെങ്കിൽ നമ്മൾ അവർ നല്ലതായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളത് അഡോപ്റ്റ് ചെയ്യും, നമ്മളത് ഫോളോ ചെയ്യാൻ തുടങ്ങും അവരെ കണ്ടിട്ട് ആ ഒരു രീതിയിൽ. അപ്പം ഞാനും ആ ഒരു രീതിയിൽ അങ്ങോട്ട് മാറി, അവരുടെ ആ ഒരു സെറ്റപ്പിലോട്ടൊക്കെ മാറി. അവിടുത്തെ കുറേ തിരുവനന്തപുരം നല്ല അപ്പി ഉപ്പി തെറികളൊക്കെ ഉണ്ട്, തള്ളക്കുളിക്കുക, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ പഠിച്ചു കിട്ടും. അവിടുത്തെ ഹെവി സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പറന്ന് വാരി എറിയും. അങ്ങനെയൊക്കെ പഠിച്ച് കൂട്ടുകാരെല്ലാം കൂടി അങ്ങനെ പഠിച്ചതാണ് കേട്ടോ. അപ്പം പിന്നെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ അവിടുത്തെ ഒരു 5-6 തെറിയെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ. ഇപ്പം നമ്മളിവിടെ വന്ന് ജോലി ചെയ്യുന്നു, ഇവിടെ ഹിന്ദിയിലുള്ള എത്ര തെറികൾ, വെറൈറ്റി സാധനങ്ങൾ നമ്മളിപ്പം പഠിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അവരുടെ കൂടെ കിട്ടി. അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും ഇതേപോലെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ട്യൂഷന് പോകും, തിരിച്ചു വരും. അപ്പം ഇതേപോലെ ഈ എക്സാം അടുത്ത് നിൽക്കുന്ന ഒരു ടൈമിലാണ് ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു റിലേറ്റീവ്സ് എന്നൊക്കെ പറയും. അതിപ്പോൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടതെന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മളെ കുറച്ചൊരു ഇങ്ങനെ കറങ്ങി ചുറ്റിയുള്ളൊരു സംഭവം. അതിപ്പം നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ റിലേഷൻ എല്ലാവരും, നിങ്ങളിപ്പോൾ ഒരു റിലേറ്റീവ്സ് എല്ലാം മാക്സിമം എല്ലാവരും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? എല്ലാവരെയും മൊത്തത്തിൽ. കാരണം നമ്മുടെ അടുത്തുള്ള
എല്ലാ റിലേറ്റീവ്സിനെ ഇങ്ങനെ മാമൻ്റെ മോന്, അച്ഛൻ്റെ പെങ്ങളുടെ അമ്മയുടെ മോന്, ഇങ്ങനെയൊക്കെ. അങ്ങനെയല്ലല്ലോ, എനിക്കും അറിയത്തില്ല. സോ എനിക്ക് ശരിക്കും അറിയത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഈ +2ൻ്റെ ടൈമിൽ തന്നെ എനിക്ക് പട്ടാളത്തിലേക്ക് വന്നു പറഞ്ഞാൽ ഇപ്പം അങ്ങനെ വലിയൊരു ടച്ചപ്പ് ഇല്ല. അപ്പം നമ്മളുമായിട്ട് അടുത്ത് നിൽക്കുന്നവരുമായിട്ട് മാത്രമേ നമ്മൾ വലിയ വലിയ കാര്യങ്ങളായിട്ട് ടച്ചപ്പ് ഉള്ളൂ. അപ്പം ഇങ്ങനെ ഒരു റിലേഷനിൽ വരുന്ന ഒരു മച്ചാനുണ്ടായിരുന്നു എനിക്ക്. അപ്പം അവന്മാർ 2 ചേട്ടന്മാരും, ഒരു ചേട്ടനും ഒരു അനിയനുമായിരുന്നു. പക്ഷേ ഇപ്പം അവന്മാർ 2 പേരും പട്ടാളത്തിലുണ്ട്. 2 പേരും പട്ടാളത്തിലാണ്. അനിയൻ ഫസ്റ്റ് പട്ടാളത്തിൽ കയറി, അത് കഴിഞ്ഞിട്ട് അവൻ കയറി. അപ്പം അവരും ഞാൻ ഏജ് എല്ലാം ഒരേപോലെ തന്നെയാണ്. പേര് പോട്ടെ, പേര് നമുക്ക് വേണ്ടെന്ന് വെക്കാം അല്ലേ. അവരെങ്ങാനും എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവൻ എന്നെ തെറി വിളിച്ചാൽ പേര് പറഞ്ഞെന്നും പറഞ്ഞു. പക്ഷേ ഇതിലെ തെറ്റും ശരിയും ആരുടെ അടുത്താണെന്നുള്ളത് പറയേണ്ടത് നിങ്ങളാണ്. അപ്പം ഇങ്ങനെ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരും. അന്ന് ഞാൻ നടന്നാണ് പോയത്. അപ്പം ഞങ്ങൾ നടന്ന് തിരിച്ച് വർത്താനമൊക്കെ പറഞ്ഞു വരുവാണ്. അപ്പം നടന്നു വരുന്നതിൻ്റെ വഴിക്ക് വെച്ചാണ് നമ്മുടെ ഒരു മച്ചാൻ്റെ വീട്. അപ്പം ഇടയ്ക്കൊക്കെ നമ്മൾ അവിടെ കയറിയിട്ട് അവൻ്റെ അമ്മ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ, ബോഞ്ചി വെള്ളം, നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി തരും. അതൊക്കെ കുടിച്ചിട്ട് നമ്മളിങ്ങനെ നടക്കും. അപ്പം ഒരു ദിവസം ഇങ്ങനെ ഞങ്ങൾ അതുവഴി വന്നു. ഇവൻ്റെ വീട്ടിൽ കയറി ഞങ്ങൾ നാരങ്ങ വെള്ളം കുടിച്ച് ഇങ്ങനെ പോരുന്ന വഴിക്ക് എൻ്റെ അടുത്ത് നമ്മളെ റിലേറ്റീവ്സ് ആയിട്ടുള്ള മച്ചാൻ പറഞ്ഞു, അറിയാ എനിക്കൊരു ലൈൻ സെറ്റായിട്ടുണ്ട്, എനിക്കൊരു കോള് വിളിക്കണം, എൻ്റെ ഫോണൊന്ന് കൊടുക്കാമെന്ന് കേട്ടു. ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിൽ ഈ ഫോൺ വെച്ചിട്ട് നമ്മൾ വേറൊരു ഇതിനും പോകുന്നില്ല, പിന്നെ അവനെങ്കിലും ഉപകാരപ്പെടട്ടെ, അവനൊരു ലൈനൊക്കെ സെറ്റായതല്ലേ, ചെക്കൻ വിളിച്ചോട്ടെ, നമ്മുടെ അന്നത്തെ ഒരു സംഭവം. ഞാൻ മച്ചാനെ ഫോണൊക്കെ കൊടുത്തു. അവൻ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഫോൺ കട്ട് ചെയ്തു. ഞാൻ നടന്നുകൊണ്ടേ ഇരിക്കുന്നു. നമുക്കിപ്പം അതിനകത്ത് വേറൊന്നും പറയാനൊന്നുമില്ലല്ലോ. അപ്പം വേറെ ഒരു കാര്യവും ഞാൻ ചോദിച്ചില്ല അതിനകത്ത്. എന്താണ് സംഭവം, എവിടെയാണ് പെണ്ണ്, കാര്യങ്ങൾ, എന്തും നത്തിങ്. അതിനകത്ത് ഒരു സംഭവങ്ങളും അങ്ങനെ ചോദിച്ചില്ല, ഒന്നുമില്ല. അവൻ ഫോൺ വേണമെന്ന് പറഞ്ഞു, ലവറെ വിളിക്കാൻ. ഞാൻ പറഞ്ഞു അതിനിപ്പോൾ എന്താണ് നീ വിളിച്ചോന്നും പറഞ്ഞ് ഫോണും കൊടുത്തു. അപ്പം ഈ ഫോൺ വിളിയൊക്കെ കഴിഞ്ഞ് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് എനിക്കൊരു കോള് വന്നു. എൻ്റെ പൊന്നു മച്ചന്മാരെ, തിരുവനന്തപുരം ലാങ്ങിൽ എത്ര തെറിയുണ്ടോ അത് നിർത്താണ്ട് ഇവ മാലപ്പട്ടൊക്കെ പൊട്ടുന്ന പോലെ തള്ളയോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വെച്ചങ്ങ് കീറി. എനിക്കാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ എന്ത് പറയണം എന്ന് എനിക്കറിയത്തില്ല. പിന്നെ കുറേ നേരം ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ മാരൊക്കെ എൻ്റെ ഫോണിലോട്ട് വിളിച്ചിട്ട് എന്നെ തെറി വിളിക്കാൻ ഇവനൊക്കെ ആരാന്നുള്ള ഒരു സാധനം വന്നു നമുക്ക്. നമ്മൾ പിന്നെ വിട്ടില്ല, വേച്ചങ്ങോട്ട് അലക്കി നമുക്കറിയാവുന്ന രീതിയിലുള്ള തെറിയൊക്കെ വിളിച്ചു. തിരുവനന്തപുരം തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇടുക്കി സ്റ്റൈലിലങ്ങ് വിളിച്ചു. അതും തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് കലിയും കൂടി വന്നു കഴിഞ്ഞാൽ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. നമുക്ക് സംഭവം അറിയത്തില്ല. അപ്പോൾ ഈ പ്രശ്നം ഇങ്ങനെ നടന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ വന്നു. നമ്മൾ വേറെ പരിപാടികളും കാര്യങ്ങളും ഒന്നുമില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛമ്മ നല്ല മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടാവും, പഴയ കഞ്ഞി ഉണ്ടാവും. അതൊക്കെ കൂട്ടി ഒരു ചോറൊക്കെ ഉണ്ട് നൈസായിട്ട്. പഠനത്തിൽ ഭയങ്കര മോശമാണ്, അത് പിന്നെ പറയേണ്ട കാര്യമില്ല. പഠിക്കും ആവശ്യത്തിന്, അനാവശ്യത്തിനില്ല എങ്കിൽ ഒന്നുമില്ല. അനാവശ്യത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തല്ലിപ്പൊളി കേസ്, കറങ്ങാൻ പോവുക, കൂട്ടുകാർ കൂടി വർത്തമാനം പറയുക, അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പം ഈ ഒരു സംഭവം ഇങ്ങനെ നടന്നു, അതങ്ങ് തീർന്നു. അപ്പം അപ്പോഴും എൻ്റെ മനസ്സിലൊരു പേടിയുണ്ട് കേട്ടോ. എന്നാലും ആരായിരിക്കും വിളിച്ച് തെറി വിളിച്ചേ, എനിക്ക് അങ്ങനെ ഒരു ഐഡിയ കിട്ടുന്നില്ല. കാരണം ഇവൻ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ കോള് വരുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഐഡിയ കിട്ടുന്നില്ലായിരുന്നു ഇതെന്താ സംഭവം എങ്ങനെയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം ഇച്ചിരി പ്രായമായിട്ടുള്ള ഒരു പുള്ളി ഇതേപോലെ ഒരു ഞായറാഴ്ച ദിവസം എന്നെ വിളിക്കുക. അപ്പം ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ വീട്ടിലിരിക്കുന്ന സമയം ഇങ്ങനെ. അപ്പം ഫോൺ എടുത്തു. അപ്പം ആ പുള്ളി ഭയങ്കര സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്. മോൻ്റെ പേരെന്താ, മോൻ എവിടെയാണ്, എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു ചേട്ടൻ ആരാ, എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഒന്നുമില്ല, ഞാനിങ്ങനെ അറിയാൻ വേണ്ടി വിളിച്ചാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേര് ഇങ്ങനെ വിനീതാണ്, ഞാൻ താമസിക്കുന്നത് കള്ളിക്കാട് ചെരിഞ്ഞാങ്കോണത്താണ്, ശരിക്കും ഞാൻ നാട്ടിൽ ഇടുക്കിയാണ് എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ ഏതാണ് വീട്ടുപേര് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം വീട്ടുപേരും കാര്യങ്ങളും ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് സംഭവങ്ങൾ ആരാ എന്ന് പിടികിട്ടിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു വേറെ ആരോ ഉള്ളേ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ അനിയനുണ്ട്, 2ാമത്തെ അനിയൻ. പുള്ളി കള്ളിക്കാട് സ്റ്റാൻഡിൽ പിക്കപ്പ് ഓടിക്കുമായിരുന്നു. പുള്ളിക്ക് സ്വന്തമായിട്ട് വണ്ടിയുണ്ട്, പുള്ളി വണ്ടി ഓടിക്കുന്നു, അതാണ് പുള്ളിയുടെ പരിപാടി. പിന്നെ അച്ഛൻ്റെ ചേട്ടൻ വേറൊരാളുണ്ടായിരുന്നു, പുള്ളി കോൺട്രാക്ട് വർക്കും പരിപാടിയൊക്കെയാണ്. അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെ ആളെ പിടികിട്ടി. എൻ്റെ പൊന്നു മച്ചാന്മാരെ, ഇവർക്ക് ആളെ പിടികിട്ടി, എല്ലാം കഴിഞ്ഞു. എങ്കിൽ ശരിയെന്ന് പറഞ്ഞ് ഒരു കോള് കിട്ടിയത്. എന്നിട്ട് ഞാൻ വൈകുന്നേരം സമയമാകുമ്പോൾ നമ്മൾ ചാനലിൻ്റെ കാര്യമുണ്ട്. അതായത് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം
തിരുവനന്തപുരംകാർക്ക് മനസ്സിലാവും. ബാക്കി നമ്മുടെ മച്ചന്മാർക്ക് നമ്മൾ നമ്മുടെ ഡാമിൽ നിന്ന് വെള്ളമൊക്കെ തുറന്നു വിടുന്ന സെപ്പറേറ്റ് ഒരു ഇത് കാണില്ലേ, അതായത് ഒരുപാട് വെള്ളം വരുമ്പോൾ തുറന്നു വിടുന്ന ഒരു പുഴ പോലത്തെ അല്ലെ അങ്ങനത്തെ ഒരു സാധനം, ഈ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ഉള്ള ഒരു സാധനമാണ് ഈ ചാനൽ എന്ന് പറയുന്നത്. അപ്പം ഈ അവിടെ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഈ കടകളും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ചാനലിൻ്റെ കരയിലാണ്. അതാണ് ചെരിഞ്ഞാങ്കോണം. ആ ചെരിഞ്ഞാങ്കോണത്ത് അപ്പം ഞാൻ വൈകുന്നേരം ഇറങ്ങി വരുമ്പം ഞാൻ എന്നിട്ട് വൈകുന്നേരം അവിടെ എനിക്ക് കടയിലൊരു പറ്റുണ്ട് കേട്ടോ. അത് അച്ഛനായിട്ട് പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്ക് എപ്പോഴേലും എന്തെങ്കിലും കഴിക്കണമെങ്കിലൊക്കെ പോയി കടയിൽ നിന്ന് കഴിക്കാന്നുള്ളൊരു സംഭവമാണ്. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ പോയിട്ട് അവിടുന്ന് ചായയും അല്ലെങ്കിൽ അവിടുത്തെ കടി ബോളി എന്താ വാഴക്കപ്പം എന്നൊക്കെ പറയും, അവിടുത്തെ നമ്മുടെ ബോളിയാണ്, അതൊക്കെ പോയി കഴിക്കുക. അങ്ങനെ സംഭവം സെറ്റപ്പ് ആയിരുന്നു. ഞാനിപ്പോൾ അവിടെ പോയിട്ട് ബോളിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് താഴത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ താഴെ ഒരു കൂട്ടം നിൽപ്പുണ്ട്. അപ്പം നമ്മുടെ മറ്റേ കൂട്ടുകാരന്മാർ താഴെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരും, അമ്മമാർ താഴെ പോയിട്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് അവിടെ ഒരു ആൾക്കൂട്ടം? അന്നേരം പറഞ്ഞ് അളിയ നിന്നെ തല്ലാൻ വന്നതാണ്. കാരണം അന്ന് വേറെ ഫോണും കാര്യങ്ങളൊന്നും ഇല്ല, ഇവന്മാർക്ക് എന്നെ വിളിച്ചു പറയാൻ അങ്ങനെ നേരിട്ട് കണ്ടാൽ പറയുക എന്നുള്ളതേ ഉള്ളൂ. അവൻ പറഞ്ഞു എന്നെ തല്ലാൻ ആൾ വന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ തല്ലാനോ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നെ തല്ലാൻ ആൾ വരുന്നതെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു അളിയ എന്താ കാര്യമൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനപ്പം ഈ വന്ന ഫ്ലോയിൽ തന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ കയറിപ്പോയി. കാരണം താഴത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കുന്നമാരുടെ ഈ തിരുവനന്തപുരം പയലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് പയലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാലും മനസ്സിലാവില്ല, തല്ലിപ്പുളികളാണ്. വെട്ടൊന്ന് തുണ്ടൻ രണ്ട് ആ രീതിയാണ് ഇവരുടെ. അപ്പം എനിക്ക് അടി കൊണ്ട് ശീലമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ വഴക്കുണ്ടാക്കിയ ശീലമില്ലാത്ത കാരണം എനിക്ക് ഞാൻ ശരിക്കും പേടിച്ചെന്ന് പറഞ്ഞാൽ അന്നത്തെ ആ ലെവലിൽ കുറേ 10-15 ബൈക്കിൽ ആൾക്കാർ വന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു ആ കാണുന്ന സീനിൻ്റെ ഒരു അവസ്ഥ. ഞാൻ പേടിച്ച് മൂഞ്ചി തീർന്നു ഗൈസ്. എല്ലാം പോയെന്ന് കരുതിയിട്ട് ഞാൻ നേരെ തിരിച്ച് വീട്ടിൽ ഓടി കയറി ചെന്നു. വീട്ടിൽ കയറി അടച്ചു കൂട്ടി പിന്നാണ്ടിരിക്കുക. അപ്പം അച്ചാമ്മേൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താടാ പറ്റിയത്, നീ എന്തിനു പെയ്യിട്ട് ഇതുള്ളൂ പെട്ടെന്ന് തിരിച്ചു വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല അച്ഛമ്മ, ചുമ്മാ എങ്ങും പോണില്ല, കുറച്ച് നേരം ഇരുന്ന് പഠിക്കാമെന്ന് കരുതിയെന്ന് പറഞ്ഞു. ആ ശരി എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. എൻ്റെ പൊന്ന് ഗൈസ്. എന്നിട്ട് പിന്നെ അവന്മാർ അന്ന് അവിടെ നിന്ന് പോയെന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ടൊന്നും അങ്ങനെ വന്നില്ല കേട്ടോ അവന്മാർ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ എനിക്കൊരു കോള് വന്നു. അപ്പം ഈ പുള്ളി വിളിച്ച് കഴിഞ്ഞപ്പം വീണ്ടും ഇങ്ങനെ എൻ്റെ അടുത്ത് സംസാരിച്ച് ഞാൻ ചോദിച്ചു അണ്ണാ എന്തിനാണ് പ്രശ്നം, കാര്യം പറയണം, ഇല്ലാണ്ട് ഒന്നും പറ്റില്ല, എന്തിനാണ് പ്രശ്നം കാര്യങ്ങൾ എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ അതിനു മുന്നേ തന്നെ എൻ്റെ കൊച്ചിച്ചനെ അവിടെ പോയി ഏത് പിക്കപ്പ് ഓടിക്കുന്ന സ്റ്റാൻഡിൽ പോയി കണ്ടിട്ട് പറഞ്ഞു സംസാരിച്ചായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പുള്ളി വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് പ്രശ്നം, എന്തിനാണെന്ന് അറിഞ്ഞാലേ പറ്റുള്ളൂ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വഴക്കായി. തെറി വിളിക്കുന്ന ആ ഒരു മൂഡിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു മോനെ നീ ആണെങ്കിലും ഒരു പെണ്ണിനെ കോൾ ചെയ്തില്ലേ, ആ പെൺകൊച്ചിൻ്റെ പേരെന്തോ ആണ് മറന്നു, എന്തോ ഒരു പേരൊക്കെ പറഞ്ഞു അറിയത്തില്ല സംഭവം. വിളിച്ചു, നീ ഇങ്ങനെ കോള് വിളിച്ചു, ഇതാണ് പ്രശ്നം, അതുകൊണ്ടാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്തത്, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്, ഇത്രയും ചെറിയ കുട്ടിയുടെ അടുത്ത് ഞാൻ അന്തം വിട്ട് കുന്തം വിളിക്കും. നമുക്ക് അങ്ങനെ ഒരു കോണ്ടാക്ട്, ഒരു നമ്പർ പോലും നമ്മൾ അങ്ങനെ മേടിക്കത്തില്ല അന്നെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആരുടെയും കയ്യിൽ മൊബൈലും ഇല്ല, ഒന്നുമില്ല, ഒരു കോപ്പുമില്ല. പിന്നെ ഞാൻ എന്ത് മൊബൈൽ നമ്പർ മേടിക്കാനാണ്. വന്നിട്ട് ഞാനത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് അടിച്ചു. ഇങ്ങനെ ഒരു പെങ്കൊച്ചിനെ വിളിച്ച കേസെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ ഡൗട്ട് തോന്നി. ഞാൻ എന്നിട്ട് നൈസായിട്ട് ഇവൻ്റെ അടുത്ത് പോയി, എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് ഞാൻ സംസാരിച്ചു, എടാ എന്താണ് സംഭവം, നീ അന്ന് ആരെ വിളിച്ചേ എന്താണെന്നൊക്കെ ചോദിച്ചു ഇവൻ്റെ അടുത്ത് നൈസായിട്ട്. അപ്പം ഇവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ തെണ്ടി പഠിക്കുന്നത് അന്നേരം എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ, എൻ്റെ കൂടെയല്ല, വാവോട് സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന തെണ്ടി, ആ വാവോട് സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഏതോ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിനെ, ഗൈസ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിനാണ് ഈ തെണ്ടി എന്ന് വിളിച്ച്. ഇവന് വിളിക്കാൻ കൊള്ളാവോ? ഇവന് സാമാന്യ കോമൺ സെൻസ് വേണ്ടേ? ഇവൻ ലൈൻ അടിക്കുന്ന ആ പെങ്കൊച്ചിന് ഇഷ്ടമാണോ അല്ലയോ എന്നൊന്നും അറിയത്തില്ല. അളിയൻ ഈ പെങ്കൊച്ചിനെ വിളിച്ചിരിക്കുന്നു. അതിലും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മച്ചാന്മാരെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, ആ പെങ്കൊച്ചിൻ്റെ വീട്ടിൽ ഫോൺ പോലും ഇല്ല. അയലോകത്തെ വീട്ടിൽ ലാൻഡ് ലൈനെ വിളിച്ചിട്ട് പറയുക ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് സംസാരിക്കണം ഫോൺ കൊടുക്കാൻ. എന്നാ അവസ്ഥയല്ലേ? അങ്ങനെ അതും വേറൊരു കേസ്. എൻ്റെ ഫോണിൽ നിന്ന് ഒരു പ്രാവശ്യം വിളിച്ചു. അതുകൂടാണ്ട് ഇവന്മാർ ഈ കള്ളിക്കാട് അവിടെ ഉള്ള 2, 3, 4 കോയിൻ ബോക്സിൽ പോയിട്ട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വെച്ച് ഇവന്മാർ വിളിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ എപ്പോഴും കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും ഫോൺ വിളിക്കാൻ ചോദിക്കാൻ പറ്റില്ലല്ലോ.
അപ്പം ഇവൻ വാവോട് പോകുമ്പോൾ സ്കൂളിൻ്റെ അവിടെ നിന്ന് കള്ളിക്കാട്ടുന്ന അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം ഇവൻ ഫോൺ ആ നമ്പറിലോട്ട് വിളിച്ചിട്ട് ഇവൻ ആ പെങ്കൊച്ചിന് ഇഷ്ടമാണോ അത് ഇന്ന് വരെ സംസാരിച്ചിട്ട് പോലുമില്ല ആ തിണ്ടി. എന്നിട്ടാണ് പുള്ളി പറഞ്ഞത് ഇവന്മാരിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ആ പുള്ളി പറഞ്ഞു, മോനെ ഞാൻ വീട്ടിൽ കോളർ ഐ ഡി ഉണ്ടായിരുന്നു, അന്നൊക്കെ ലാൻഡ് ലൈനിൽ കോളർ ഐ ഡി ഉണ്ടല്ലോ, ഏതൊക്കെ നമ്പർ വന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇവരിങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഈ വന്നിട്ടുള്ള നമ്പറിലെല്ലാം വിളിച്ചു കഴിഞ്ഞപ്പം ഈ ബാക്കിയുള്ള എല്ലാ നമ്പറുകളും കോയിൻ ബോക്സ് ആണ്, എൻ്റെ മാത്രമേ ഉള്ളൂ ഒരു മൊബൈൽ നമ്പർ. അവിടെയാണ് ഗൈസ് ഞാൻ പെട്ടത്. എന്നിട്ട് ഈ പുള്ളി അതും ഈ കൊച്ചിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഏതോ വലിയ തിരുമുകാരനാണ്. തിരുമുകാരൻ എന്ന് പറഞ്ഞാൽ ചില്ലറ തിരുമുകാരനല്ല, ഈ എന്താ പറയുക, ഈ വലിയ വലിയ DGP പോലീസ് ലെവലിലും അങ്ങനെ വലിയ വലിയ ആൾക്കാരെയൊക്കെ തിരുമുന്ന ഒരു നല്ല അവിടെ ഒരു എന്താ പറയുക ആശ്രമമുണ്ട്, അവിടെ പുള്ളി വർക്ക് ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായ ഒരു പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നെ, ഞാനങ്ങന്ന് അന്ന് അവന്മാരുടെ മുന്നിൽ പോയി പെട്ടായിരുന്നു, ചുമ്മാ തേച്ച് ഒട്ടിച്ച് വെച്ചാനെ. അതുകൊണ്ട് അത് കഴിഞ്ഞ് ഇവനിങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കിളി പോയി. ദൈവമേ, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ, അത് ആ കൊച്ചിനെ അറിയത്തുപോലും ഇല്ല ഇവനെ. എന്നിട്ട് ഇവൻ എങ്ങനെയാണ് നമ്പർ കിട്ടിയെന്നോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്തായാലും അളിയൻ വിളിച്ചെല്ലാം സെറ്റാക്കി എൻ്റെ അണ്ണാക്കിൽ അടിച്ചങ്ങ് തന്നു. എന്നിട്ട് നേരെ ഞാൻ ഇതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ താഴെ വീട്ടിൽ വന്നില്ല. അതിനിപ്പുറം അച്ഛൻ്റെ അനിയൻ കയറി വന്നു വീട്ടിലോട്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ അന്നേരം പറഞ്ഞു, എൻ്റെ പൊന്നു കൊച്ചിച്ച, ഇതൊക്കെയാണ് സംഭവിച്ചത്. പക്ഷെ ഞാൻ പറയുന്നത് ഒരു മനുഷ്യനും വിശ്വസിക്കുന്നില്ല. ചെയ്തത് നീയാണ്, നിന്റെ ഫോണിന് കോള് പോയിട്ടുണ്ടെങ്കിൽ നീ മാത്രമേ ഉള്ളൂ. ഏതാണ് എങ്കിൽ ഈ തെണ്ടി ഈ പന്ന വന്നിട്ട് പറയേണ്ട ഇങ്ങനെ ഒരു സംഭവം നടന്ന് ഞാൻ അളിയൻ വാ തുറന്നില്ല, അവൻ മിണ്ടിയില്ല. അവനുണ്ടല്ലോ അന്ന് എനിക്ക് വന്ന കരിക്കൊന്നും ഒരു കാര്യമില്ല. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ അത്യാവശ്യം എന്താ നമ്മൾ അടിച്ചു പൊളിച്ച് നടക്കുന്നുണ്ടെങ്കിലും ഈ റിലേറ്റീവ്സും എല്ലാവരുടെ അടുത്തും നമുക്ക് നമ്മുടേതായ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഒരു ഇമേജ് ഉണ്ടല്ലോ. അന്ന് അവിടെ അതെല്ലാം കഴിഞ്ഞു കേസ്, അതെല്ലാം തീർന്ന് തരിപ്പണമായി. കൊച്ചിച്ചൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു, അച്ഛൻ വിളിച്ച് ചൂടായി, ഫുള്ള് സീനായി. കൊച്ചിച്ചൻ വരുന്നു, മൊബൈൽ തട്ടിപ്പറിച്ച് മേടിക്കുന്നു, സിം ഊരുന്നു, ഓടിച്ച് ചാനലിൽ കളഞ്ഞു. എൻ്റെ പൊന്നെ, അന്നത്തെ ഒരു അടിപൊളി ഫാൻസി നമ്പറായിരുന്നു, BSNLൻ്റെ സിമ്മായിരുന്നു, ലൈഫിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു ഫോണായിരുന്നു. അതൊക്കെ അന്നങ്ങ് തീർന്നു. എന്നിട്ട് ഇവന്മാർ മറ്റേ പുള്ളിയൊക്കെ വിളിച്ച് പാർട്ടിക്കാരും ഇങ്ങനെ അച്ഛൻ്റെ അനിയനും മറ്റേ കോൺട്രാക്ടറായിട്ടുള്ള അച്ഛൻ്റെ ചേട്ടനും ഇവരെല്ലാവരും സംസാരിച്ച് ഒത്തുതീർപ്പിന് വിളിച്ച് ഞാൻ അവിടെ ചെല്ലുമ്പം എൻ്റെ പൊന്നെ കുറേ തടിമാടന്മാർ ചുറ്റും പുറം അവിടെ ഇവിടെയൊക്കെ നിൽക്കുക. ഞാനൊരു വലിയച്ഛൻ്റെ ഫുൾ സൈക്കിളിലൊക്കെ അവിടെ ചെന്ന് ഇറങ്ങി. എല്ലാവരും നോക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ, എന്നെ പിടിച്ച് തേച്ച് ഒട്ടിക്കുമെന്ന് തോന്നുന്നു, ഒട്ടിക്കും. ആ ഒരു ലെവലിലോട്ട് എത്തി ആ സാധനം. ഞാൻ അപ്പോഴും ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ നീ പറയടാ കൊച്ചി, കാരണം എല്ലാവരും റിലേറ്റീവ്സ് ഇങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എടാ നീ ഒരു പ്രാവശ്യമെങ്കിലും കൊച്ചിച്ചൻ്റെ അടുത്ത് വന്ന് പറയടാ, എങ്ങനെയെങ്കിലും അവർക്കൊരു വിശ്വാസം വരണ്ടേ. ഇല്ലേ പിന്നെ ആ ഒരു സംഭവം ഇല്ല. അതും കൊച്ചിച്ചൻ്റെ കുഞ്ഞമ്മയൊക്കെ ഉണ്ട്. കുഞ്ഞമ്മയൊക്കെ ചോദിച്ചു, എന്താടാ നീ കാണിച്ച് കൂട്ടിയിരിക്കണേന്ന് കേട്ട്. ഞാൻ പറഞ്ഞു, കുഞ്ഞമ്മ ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടുമില്ല, അങ്ങനെ ഈ ഒരു കോള് വിളിച്ചത് ഞാനും അല്ല, ഇന്ന പോലെ ആണെന്ന് കുഞ്ഞമ്മയുടെ അടുത്തൊക്കെ പോയിരുന്ന് കരഞ്ഞുന്ന പോലെ ഇരുന്ന് പറഞ്ഞ്. ഏറ്റവും ലാസ്റ്റ് കുഞ്ഞമ്മ ഞാനൊക്കെ അത്യാവശ്യം കമ്പനിയായിരുന്നു, നല്ല കൂട്ട് അങ്ങനെയാണ് കേട്ടോ. കാരണം ഞാൻ അവിടെ നിന്ന സമയങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫുഡ് ഉണ്ടാക്കി തന്നിട്ടുള്ള അച്ഛമ്മ കഴിഞ്ഞ് കഴിഞ്ഞാൽ അനിത എന്നാണ് കുഞ്ഞമ്മയുടെ പേര്, അനിത കുഞ്ഞമ്മയാണ്. സോ നല്ലൊരു ഇതായിരുന്നു. അപ്പം അത് കൂടാണ്ട് ഈ ഒരു സാധനം ഇതൊക്കെ പറഞ്ഞ് പിന്നെ അനിത കുഞ്ഞമ്മ കൊച്ചച്ഛനെ കുറേ പറഞ്ഞ് സംഭവങ്ങളൊക്കെ ഇതായി. പിന്നെ അങ്ങനെയാണ് ഈ ഒത്തുതീർപ്പിന് അവിടെ ചെല്ലുന്നത്. ഈ തടിമാടന്മാരെ കണ്ട എൻ്റെ കിളി പോയായിരുന്നു. അവിടെ ചെന്ന് അകത്ത് കയറി നിൽക്കുന്നു, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യനും അതും ഇതും മറ്റതാ മറിച്ചതാ, ഇത്രയും ചെറിയ കൊച്ചിന് നീ എന്തിനു ഫോൺ വിളിച്ചു, നിനക്ക് എങ്ങനെ തോന്നി, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞു. ഞാൻ അന്നും കരഞ്ഞ് പറയുന്നുണ്ട് കൊച്ചിച്ചൻ്റെ അടുത്ത്, ഇവരുടെ അടുത്തെല്ലാം പറയുന്നുണ്ട്, ഞാനല്ല ഇങ്ങനെയല്ല സംഭവിച്ചാക്കുന്ന, ഇത് വേറൊരാളാണ് ചെയ്തത്. ഞാൻ പേരും കാര്യങ്ങളെല്ലാം പറഞ്ഞെങ്കിൽ പോലും അവരൊന്നും വിശ്വസിക്കുന്നില്ല. നീ നിൻ്റെ കയ്യിൽ ഇങ്ങനെ ഫോണുണ്ട്, നീ ഇങ്ങനെ നടക്കുന്നു, നിനക്കതുകൊണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നെ, ഞാൻ ആ കൊച്ചിനെ കണ്ടിട്ട് പോലും ഇല്ല ഏതാണെന്ന് പോലും. അങ്ങനെ ഒരു സംഭവമായിരുന്നു അത്. പിന്നെ അവിടെ വെച്ച് പറഞ്ഞു തീർത്തു, എല്ലാം കഴിഞ്ഞു. അപ്പം എക്സാമിൻ്റെ ആ ഒരു പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ടായ സമയത്താണ്. അപ്പോൾ അവിടെ വെച്ച് എല്ലാം പറഞ്ഞു തീർത്തു. കൊച്ചിച്ചൻ പറഞ്ഞു, ഇനി നിനക്ക് ബൈക്കും ഇല്ല, നിൻ്റെ ഫോണും ഇല്ല, ഇനി നീ എക്സാം കഴിഞ്ഞിട്ട്
ഇനി വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാമെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ ദൈവമേ എങ്ങനെയും ഇവിടെ നിന്ന് രക്ഷപ്പെടണം, എനിക്ക് പോയേ പറ്റുള്ളൂ. കാരണം എനിക്ക് എക്സാം എഴുതണം എന്നോ അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റൊക്കെ അങ്ങ് പോയി. കാരണം ഇത്രയും ഒരു നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് ഇത്രയും നമ്മളെ ഇങ്ങനെ പുഷ് ചെയ്ത് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ എത്തിയ കാരണം എനിക്ക് മൊത്തത്തിൽ അങ്ങ് ഞാൻ ഡൗൺ ആയിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കുറേ സാധനങ്ങളാണല്ലോ ഇത്. പിന്നെ നമ്മൾ തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ അതിനൊരു രസമുണ്ട്, ഞാൻ ചെയ്തതാണല്ലോ, ഞാൻ വിളിച്ചതാണല്ലോ പെണ്ണിനെ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. പക്ഷെ ഇത് നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിന് നമ്മൾ ഇത്രയും ഇത് ചെയ്യുന്ന കാരണം ഞാൻ കുറേ കഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നു, കൊച്ചിച്ചൻ ഫോണ് എല്ലാം മേടിച്ചു കൊണ്ടുപോയി. പിന്നെ എനിക്ക് പിന്നെ വേറൊരു ഇതൊന്നുമില്ല, ആരും കോണ്ടാക്റ്റ് ഒന്നുമില്ല. വീട്ടിൽ അച്ഛനെ വിളിക്കണമെങ്കിൽ വൈകുന്നേരം കൊച്ചിച്ചൻ്റെ അടുത്ത് പോവുക, ഫോൺ എടുക്കുക, അവിടെ നിന്ന് വിളിക്കുക, സംസാരിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് ദിവസത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അന്നേരത്തേക്കും എക്സാമിനുള്ള പ്രിപ്പറേഷൻ, എക്സാമിന് ട്യൂഷൻ പോകുന്നു, തിരിച്ചു വരുന്നു. പിന്നെ ആ തെണ്ടിയുടെ അടുത്ത് അന്ന് മുതൽ ഞാൻ മിണ്ടത്തില്ല. അന്നത്തോടെ ഞാൻ പരിപാടികളൊക്കെ ക്ലോസ് ചെയ്തു. ഞാൻ പറഞ്ഞു പിന്നെ ബൈ, വേണ്ട, ഇവിടെ വെച്ച് എല്ലാം നിർത്തിക്കും. അതിനുശേഷം അവൻ ആ എക്സാം ടൈമിൽ ട്യൂഷന് വന്നോ ഇല്ലയോ എന്ന് എനിക്കറിയാം. മാക്സിമം അവൻ വന്നിട്ടില്ല. അവൻ ഇടവേളക്കാരനാണ്, അതായത് ഇടയ്ക്ക് കയറി വന്ന ഒരു ട്യൂഷൻ സ്റ്റുഡൻ്റ് ആയിരുന്നു അവൻ. നമ്മൾ സ്റ്റാർട്ടിങ് ഇതിൽ പോകുന്നതുകൊണ്ട് ഇവൻ ആ എക്സാം ടൈം അടുത്ത് ഇവൻ വന്നതാണ്. പിന്നെ ഇവൻ സ്റ്റോപ്പ് ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞിട്ട് അപ്പം നമ്മുടെ അവിടെ തന്നെ ഒരു ശിവൻ കോവിലുണ്ട്, മുടിപ്പുര കോവിൽ. അവിടെ ശിവരാത്രി ആണോ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. എനിക്ക് ഈ അമ്പലത്തിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ കൂടെ ട്യൂഷന് പഠിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. അപ്പം എനിക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് മൊത്തം ഈ ട്യൂഷൻ ക്ലാസ്സിൽ വരുമ്പം ഈ കാണുന്ന കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ എനിക്കുള്ളൂ, വേറെ ആരുമില്ല. കാരണം നമ്മൾ ചെന്നത് കുറഞ്ഞ സമയം കൊണ്ട് ചെന്നതാണ്. ഇത്രയും സമയം കൊണ്ട് എനിക്ക് ഇത്രയും വലിയ പണിയൊക്കെ കിട്ടി. അപ്പം അങ്ങനെ ഇരിക്കുക. അപ്പം ഞാനിങ്ങനെ ട്യൂഷന് വന്നിട്ട് അപ്പം ഈ വാവോട് സ്കൂളിൽ പഠിക്കുന്ന പയ്യന്മാരുണ്ട്. അപ്പം അത്യാവശ്യം അവിടുത്തെ പഴയ പയ്യന്മാരെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര കമ്പനിയാണല്ലോ. ഈ ക്ലബ്ബും കാര്യങ്ങളൊക്കെ തിരുവനന്തപുരത്ത് ഭയങ്കര ഇതാണ്, സജീവമാണല്ലോ. അപ്പം അങ്ങനെ ഒരു സംഭവമുള്ള കാരണം എന്നിട്ട് ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ ഈ പരിപാടി അമ്പലത്തിലെ പ്രതിഷ്ഠയോ എന്തോ കുന്തമായിരുന്നു, ആ സാധനമായിരുന്നു. അപ്പോൾ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാനപ്പോൾ പോകാൻ റെഡിയായിട്ട് ഇങ്ങനെ നമ്മൾ ട്യൂഷൻ പോകുന്ന വഴിക്ക് വന്നു. അവിടെ വന്ന് നമ്മളെ പയ്യന്മാരെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം ഇവന്മാർ അമ്പലത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവന്മാർ അവിടെ നിന്ന് ഇത്ര മണിക്ക് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ട്യൂഷൻ എടുക്കുന്ന അടുത്ത് വന്നിട്ട് അവിടെ സംസാരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞപ്പം നമ്മുടെ വാവോടുള്ള വേറെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, വിനീത നീ വരണ്ട, അവന്മാരവിടെ വന്ന് നിൽപ്പുണ്ട്, നിന്നെ അടിച്ചേ തീരുള്ളൂ എന്നാ പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബായ്, അതെന്താ അങ്ങനെ? നമ്മൾ പറഞ്ഞു തീർത്തല്ലേ, അവരെല്ലാവരും വന്ന് സംസാരിച്ചെല്ലാം തീർത്തല്ലേ, പിന്നെ എന്തിനാ എന്നെ തരണം? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അളിയാ, ഇവിടെയുള്ള പയലുകളൊക്കെ അങ്ങനെയാണ്, നീ എന്തൊരു പറഞ്ഞിട്ടും കാര്യമില്ല, അവന്മാർ അടിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എൻ്റെ ഉള്ള ധൈര്യവും പോയി, പേടിയും വന്ന് വിറയ്ക്കാൻ തുടങ്ങി. ആ ഒരു സമയത്ത് നമുക്ക് അത്ര വലിയ ഗട്ട്സും കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് ഞാൻ പരിപാടിക്ക് പോയില്ല ഗൈസ്. ഈ അടിക്കാൻ വന്ന ടീംസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ഒറ്റ ഒരു ഇതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ച് വീട്ടിൽ പോയി മിണ്ടാണ്ട് കിടന്നുറങ്ങി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് ഈ എക്സാമൊക്കെ സ്റ്റാർട്ടായി. അപ്പം ഇവന്മാരെപ്പോഴും എന്നെ അടിക്കാൻ വേണ്ടി നടക്കുക. ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തിന് എന്നെ തല്ലാൻ വേണ്ടി ഇവന്മാർ അന്നും നടക്കുമോ. അത്രയും കഴിഞ്ഞിട്ടൊരു 2 ആഴ്ച 3 ആഴ്ചയായി ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ട്. പക്ഷെ എന്നാലും അവന്മാർ തല്ലാൻ നടക്കുമോ. അവന്മാർ പറയണത് നിനക്കൊന്നും അറിഞ്ഞുവിടാ, നമ്മുടെ ഏരിയയിൽ വന്ന് നീയൊക്കെ എന്തിനാണ് ഒരു പെണ്ണിനെ വിളിച്ചത്. അവരുടെ ഏരിയ ആ പുള്ളി ആ കൊച്ചിൻ്റെ അപ്പനൊക്കെ ആയിട്ട് പറഞ്ഞ് തീർത്തതാണ്. എന്നിട്ടും ഇവന്മാർ നടക്കണമെന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ ഏരിയയിലുള്ള പെണ്ണിനെ പോയി ഫോൺ വിളിച്ചു, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇവന്മാർ എന്നെ തന്നെ നടക്കണം. അതൊന്നും ആലോചിച്ച് നോക്കി. എന്നിട്ട് അപ്പം ഈ ഞാനല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന കള്ളിക്കാട് ജംഗ്ഷനിൽ വന്നിട്ട് ബസ്സിന് കയറി പോകും, ചിലപ്പോൾ ബൈക്ക് കൊണ്ടുപോകും, ചിലപ്പോൾ സൈക്കിളിലായിരിക്കും പോകുന്നത്. എന്നാലും നമ്മൾ കള്ളിക്കാട് വന്നിട്ട് നമ്മുടെ പയ്യന്മാരുടെ കൂടെയൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഡാമിലോട്ട് സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം എക്സാം ടൈം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇവന്മാർ എപ്പോഴും ഈ ഒരു ഏരിയയിൽ കാണും, ഈ കള്ളിക്കാട്, ഈ അമ്പലത്തിൻ്റെ അവിടെ, ഇവിടെ എവിടെയൊക്കെ. അതായത് ഞാൻ ചെല്ലുന്നത് നോക്കി എന്നെ തല്ലിയേ പറ്റുള്ളൂ അവന്മാർക്ക്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിൽ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ട്യൂഷന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ പയ്യന്മാരെ സെറ്റ് കൂടെ ഉണ്ടെങ്കിലേ ഞാൻ പോകത്തുള്ളൂ. ഇവരുടെ കൂടെ തന്നെ പോവും, അവരുടെ കൂടെ തന്നെ തിരിച്ച് നേരെ വീട്ടിൽ വരുന്നു, വീട്ടിലിരിക്കുന്നു, എക്സാമിന് പോകണം. എക്സാമിന് പോയപ്പോഴൊക്കെയാണ് ശരിക്കും ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ ഒരു കൊലക്കുറ്റം ചെയ്ത ഒരു പ്രതി ഒളിച്ച് നടക്കുന്ന പോലെ 10ാം ക്ലാസ്സിലെ എല്ലാ എക്സാമും
ഒരു സൈക്കിളിൽ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ ചാനലിൻ്റെ വരമ്പിൽ കൂടി ഇങ്ങനെ ഷോർട്ട് കട്ട് അടിച്ചിട്ട് സ്കൂളിൽ പോകാം. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒളിച്ചു പോയൊരു എക്സാം എഴുതിയതും ലാസ്റ്റും ആദ്യവുമായിട്ടുള്ള ഒരു എക്സാമായിരുന്നു 10ാം ക്ലാസ്സിലെ എക്സാം. അത്രയ്ക്കും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, ചെയ്യാത്ത കാര്യത്തിന് അടിപൊളിയായിട്ടൊരു ട്രോഫി. എന്തായാലും അടി മേടിച്ചില്ല കേട്ടോ, പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഫീലായി. എല്ലാ ദിവസവും ഒളിച്ചും പാത്തും ഫ്രണ്ട്സൊന്നും ഇല്ലാണ്ട് പോയി എക്സാം എഴുതുക. എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വരിക. കാരണം അവിടെ സ്കൂളിൻ്റെ അവിടെ നിൽക്കുമോ എവിടെയും നിൽക്കുമോ ഇവന്മാർ കണ്ടു കഴിഞ്ഞാൽ തീർന്നു, ഇവന്മാർ എന്നെ തല്ലും. ഇവന്മാർക്ക് വേറെ ഒന്നും അറിയണ്ട, ഇവന്മാർക്ക് എന്നെ തല്ലിയേ പറ്റുള്ളൂ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം ആ സൈഡിലോട്ടുള്ള ഒരു പ്രശ്നമാണോ എങ്ങനെയാണോന്ന് എനിക്കറിയത്തില്ല. കാരണം അവിടെ ഈ എന്താ പറയുക, ക്ലബും കാര്യങ്ങളും കുറേ പയ്യന്മാരും ഏരിയയും അതും ഇതൊക്കെ അങ്ങനെ തിരിച്ച് ഭയങ്കര ഒരു സംഭവമുള്ള ഒരു സ്ഥലമാണ്. പണ്ട് എങ്ങനെയായിരുന്നു 2007 2008 ഞാൻ അവിടെ നിന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എല്ലാ എക്സാമും ഒളിച്ച് സൈക്കിളിൽ ചാനൽ വരുമ്പോൾ പോയി എക്സാം എഴുതും, വീട്ടിൽ വരും, ട്യൂഷന് പോകും, തിരിച്ചു വരും, എക്സാം എഴുതും. എന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം അച്ഛനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്ന് എനിക്ക് ഈ എക്സാം തീരുന്നു അന്ന് എന്നെ ഇവിടുന്ന് എങ്ങനെയും കൊണ്ടുപോകണം, ഇല്ല ഞാൻ എങ്ങനെയും വരും, എന്നെ വന്ന് കൊണ്ടുപോയിരിക്കണം. ഒരു എക്സാം കഴിഞ്ഞ് 1 മണിക്കൂറല്ല, അന്ന് എന്നെ കൊണ്ടുപോകണം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിൽക്കാൻ അത്രയ്ക്കും ഇഷ്ടമാണ്. കാരണം അത്രയ്ക്കും ഒരു ആ ഒരു രീതിയിലോട്ടായി എൻ്റെ മൈൻഡ്. അങ്ങനെ വളരെ ഒരു മൊത്തത്തിൽ അങ്ങ് ഡൗൺ ആയി പോയിട്ടോ. എനിക്ക് പറ്റുന്നില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ നിൽക്കില്ല, എന്നെ അന്ന് തന്നെ എടാ അടുത്ത ദിവസം ഇല്ല ഞാൻ നിൽക്കില്ല, എന്നെ കൊണ്ടേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് അന്ന് പ്രശ്നം ഉണ്ടാക്കി. എക്സാം കഴിഞ്ഞതിൻ്റെ അന്ന് തന്നെ അച്ഛനെ വരുത്തിച്ച് അവിടെ നിന്ന് വണ്ടി കയറി ഞാൻ നാട് കടന്നു പോയി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലായിരുന്നു തിരുവനന്തപുരം പൈലുകളുടെ കയ്യിൽ നിന്ന് അടി കൊണ്ട് തിരുത്താനാണ് ഞാൻ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത കുറ്റത്തിനാണ് ഞാൻ അടി കൊള്ളുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, നമുക്ക് പറഞ്ഞേക്കാം. ഇത് ചെയ്യാത്തൊരു കുറ്റത്തിന് നമ്മൾ പറഞ്ഞു ചേർത്ത ഒരു പ്രശ്നത്തിന് ഇങ്ങനെ പോയി സംഭവങ്ങളൊക്കെ നടന്നു. ഇത് എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ പട്ടാളത്തിലൊക്കെ ചേരുന്നതിന് മുന്നേ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തിൽ ഒരു മെയിൻ ഒരു സാധനം, അതായത് 10ാം ക്ലാസ്സിൽ ഒരു എക്സാം ഒളിച്ചു പോയി എഴുതുക. പിന്നെ പഠിക്കുന്ന കാര്യത്തിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്തിരുന്ന പയ്യൻ നന്നായിട്ട് പഠിക്കുന്ന കാരണം അവൻ കുറേ ഹെൽപ്പൊക്കെ ചെയ്തു. എന്നാലും അത്യാവശ്യം മാർക്കൊക്കെ കിട്ടി. അങ്ങനെ ആ റിസൾട്ട് വന്നു, 10ാം ക്ലാസ് പാസ്സായി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് വരെ ശരിക്കും എനിക്ക് ആ തിരുവനന്തപുരം അല്ലെ ആ ചെരിഞ്ഞാങ്കോണം കള്ളിക്കാട് അവിടെ പോയി നിൽക്കണമെന്ന് ഇന്ന് വരെ എൻ്റെ മനസ്സിൽ ഒരിക്കലും അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. അവിടെ പോയി നിൽക്കണം, ഇല്ലേ ഞാൻ 10ാം ക്ലാസ് പഠിച്ചത് അവിടെയാണ് എന്ന് അങ്ങനെ ഒരു ഫീലിങ് വന്നിട്ടേ ഇല്ല. അത്രയ്ക്ക് വെറുത്ത് പോയ ഒരു ടൈമുകളായിരുന്നു എൻ്റെ 10ാം ക്ലാസ് ലൈഫ്. എൻ്റെ മക്കളെ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ, ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്ത് പറയണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ നല്ല രസമാണ്, പക്ഷെ അന്ന് നമ്മളെ കിളിപോയ സംഭവമായിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരു സ്റ്റോറി ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും കേട്ടോ. എൻ്റെ സ്റ്റോറി ഇങ്ങനെയായിരുന്നു. ഒരു 10ാം ക്ലാസ് ഒളിച്ചു പോയി എക്സാം എഴുതി, ഏതോ ഒരു പെണ്ണിനെ ഏതോ ഒരുത്തം വിളിച്ചതിന് വേണ്ടി കുറേ അനുഭവിച്ചു. സോ ഹാപ്പിയാണ്. പിന്നെ ഇപ്പം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അത് അന്ന് നടന്ന പ്രശ്നങ്ങൾ ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു രസമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ അളിയൻ മച്ചാൻ, അവന് ജോലി കിട്ടി, അവൻ പട്ടാളത്തിലാണ്, അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, മച്ചാൻ അടിപൊളിയായിട്ട് ജീവിക്കുന്നു. എന്താ പറയുക, ഞാനും അതേപോലെ തന്നെ ഇപ്പോഴും അന്നത്തെ ആ ഒരു കുറുമ്പ് ഇല്ല, അന്നത്തെ ആ ഒരു സംഭവങ്ങളെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ മറന്നിരിക്കുന്നു. പിന്നെ എനിക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ ഒരു സാധനം നിങ്ങളുടെ അടുത്ത് പറയാൻ തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം മച്ചാന്മാരെ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ? ഫുള്ളായിട്ട് കാണൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പം ഓക്കെ മച്ചാന്മാരെ, ഓക്കെ ബൈ.